പ്രധാനപ്പെട്ട നദികളെല്ലാം തന്നെ സ്ത്രീകളുടെ പേരിലാണ്. ഗംഗ, യമുന, ഗോദാവരി, കാവേരി ഒക്കെ ദേവീ രൂപങ്ങളായിട്ടാണ്. അതല്ലാതെ ഉള്ളതുണ്ട് കേട്ടോ, ആണുങ്ങളുടെ പേരൊക്കെയുള്ള നദിയുണ്ട്. ബട്ട് അറിയപ്പെടുന്ന വലിയ നദികളൊക്കെ ഇവയെല്ലാം തന്നെ ഇതിലേക്ക് തീർത്ഥാടനമുണ്ട്. പക്ഷേ നമ്മൾ പണ്ട് മുതൽ ഈ ദൂരം കൂടുതലായതുകൊണ്ടാവാം, മറ്റൊന്ന് മോക്ഷം കിട്ടുന്നത് കാശിയിലാണ്. ഈ ത്രിവേണി സംഗമമല്ല, വാരാണസി. അപ്പോൾ അവിടം വരെ പോകാനുള്ള ദൂരം അന്നത്തെ കാലത്ത് നടന്നു വേണമല്ലോ പോകാൻ. ഇതൊക്കെ ഉണ്ടായി വരുന്ന കാലത്ത് നടപ്പല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ കാശിക്ക് പോകുക എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം കഴിഞ്ഞു. അങ്ങനെയാണ് മരണത്തിന് കാശിക്ക് പോവുക. അങ്ങേര് പണ്ടേ കാശിക്ക് പോയില്ലേ എന്ന് പറയുന്നു. പക്ഷെ പണ്ടേ മരിച്ചുപോയി. തമിഴന്മാർ പറയും കടൈശി കാശിദാൻ. തമിഴിൽ ഇപ്പോൾ ഈ DMK അവർ കിടന്ന് വാചകടിക്കുന്നില്ല, അവരുടെ തന്നെ ആൾക്കാരോട് വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ അവർ പറയും എന്തിനാണ് ആ വഴക്കുണ്ടാക്കുന്നത്, കടൈശി കാശിദാൻ എന്ന് പറയും. അപ്പോൾ അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ കാശിയുണ്ട്. അതെപ്പോൾ പുറത്തു വരും നോക്കിയാൽ മതി, അത് വേറൊരു വിഷയം. അപ്പോൾ ഈ കാശി ഒരു അവസാനത്തെ സ്റ്റെപ്പ്. അവിടെ നിന്ന് പിന്നെ മോക്ഷം. ഗംഗയിൽ പോകുന്നു, കുളിക്കുന്നു, മോക്ഷം. ഇതായിരുന്നു നമ്മളൊരു സമ്പ്രദായം.